ഇന്നൊരു മഴക്കാല യാത്രയായാലോ? ഇന്ന് നമ്മൾ പോകുന്നത് വെമ്പിളി വാട്ടർഫോൾസിലേക്കാണ്. അതായത് നമ്മുടെ പാപ്പാനി വാട്ടർഫോൾസ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പെരുവന്താനത്താണ്. നല്ല മഞ്ഞ് മൂടിയ കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ. ഇപ്പോൾ കാണുന്നത് മുഴുവൻ പൈനാപ്പിൾ കൃഷിയാണ്. അതിൻ്റെ നടുഭാഗത്തു കൂടി മനോഹരമായ ഒരു പുഴ ഒഴുകുന്നുണ്ട്. നിരവധി വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ കാണുന്നത് ഉറുമ്പിക്കരയുടെ താഴ്വരയാണ്. മുണ്ടക്കയം കുട്ടിക്കാനം റൂട്ടിൽ 35-ാം മൈൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് വെമ്പിളി ഉറുമ്പിക്കര പോകുന്നത്. നല്ല മഴയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ബോയ്സ് എസ്റ്റേറ്റിൻ്റെ പ്ലാന്റേഷനിലെ കൈതകൃഷിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ണെത്താ ദൂരത്തോളം കൈതകൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വന്നത് പെരുവന്താനത്ത് നിന്നും മേലാനം വഴിക്കാണ്. ദൂരം സഞ്ചരിച്ചപ്പോൾ റോഡിൽ കൂടി വെള്ളം കയറി ഒഴുകിയതിനാൽ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നേരെ പ്ലാന്റേഷൻ വഴിയാണ് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ 35-ാം മൈൽ വഴി വന്നത്. ഈ കാണുന്നതാണ് വെമ്പിളി ടൗൺ. വെമ്പിളി ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ് പാപ്പാനി വെള്ളച്ചാട്ടം. ഇടതൂർന്ന റബ്ബർ തോട്ടത്തിന് നടുവിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വെമ്പിളിയിൽ നിന്ന് ഉറുമ്പിക്കരയ്ക്ക് പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അവിടേക്ക് പ്രവേശിക്കാൻ ചെറിയൊരു വഴിയാണ് ഉള്ളത്. റബ്ബർ തോട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ അതിമനോഹരമാണ്. രണ്ട് സൈഡും കാട് പിടിച്ച് ചെറിയൊരു വഴിയാണ് അതിലേക്ക് കയറാൻ ഉള്ളത്. വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണത്. നമ്മൾക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ് അവിടുത്തെ വെള്ളച്ചാട്ടം. പാപ്പാനി വെള്ളച്ചാട്ടം പ്രധാനമായി 3 എണ്ണമാണ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 3-ാമത്തേതിലാണ്. ഒന്നെന്ന് പറയുന്നത് ഉറുമ്പിക്കര ടോപ്പിലാണ്. 2-ാമത്തേത് ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരെയാണ്. നമ്മൾ നിൽക്കുന്നത് 3-ാമത്തെ വെള്ളച്ചാട്ടത്തിലാണ്. ഈ വെള്ളച്ചാട്ടത്തിന് ഏകദേശം 200 അടിയോളം ഉയരമുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടവും അവിടെ ഉണ്ട്. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വെള്ളം ഒഴുകുന്ന സൗണ്ട് ഭയാനകമാണ്.
ഫാമിലി ആയിട്ടും വരാം. വെള്ളം കുറവുള്ള സമയത്ത് വെള്ളത്തിലിറങ്ങി കുളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. വളരെ ശക്തിയിലാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. ഇത് അത്യാവശ്യം സേഫായൊരു വെള്ളച്ചാട്ടമാണ്. അടുത്ത് നമ്മൾ പോകുന്നത് പാപ്പാനി രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ്. നമ്മൾ ആ വന്ന വഴി തന്നെ ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ സാധിക്കും. നമ്മൾ ആ വന്ന വഴി തന്നെ 3 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലെത്തും. ഈ സ്ഥലത്ത് നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മൺ റോഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുകളിൽ നിന്ന് തട്ടായിട്ടാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഏകദേശം 500 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട്. ഇതിന് ക്രോസ് ആയി ഒരു പാലം പോകുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് സൈഡിൽ തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട്. ശിവന്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ആൽമരം നിൽപ്പുണ്ട്. ആൾക്കാർക്ക് നിൽക്കാനായിട്ട് ഇവിടെ ഒരു പാലമുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ അത് ഒലിച്ചുപോയി. വെള്ളം മുകളിൽ നിന്ന് തട്ടായിട്ട് താഴേക്ക് പതിക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ജോലി തിരക്കിൽ നിന്നെല്ലാം മാറി വളരെ ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. മൈൻഡ് ഒന്ന് റിലാക്സ് ആകാൻ പറ്റിയ സ്ഥലമാണ്. ഇതുപോലെ ഹിഡനായിട്ടുള്ള കാഴ്ചകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.